സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം നൽകി മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ലോകമെമ്പാടും വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റമദാൻ മാസത്തിൽ പ്രഭാതം മുതൽ സന്ധ്യ വരെയുള്ള ഉപവാസത്തിന്റെ അവസാനവും ശവ്വാൽ മാസത്തിന്റെ തുടക്കവുമാണ് ഈദുൽ ഫിത്തറിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഒരു മാസം നീണ്ടുനിന്ന ഉപവാസ ചടങ്ങുകളിൽ ശക്തിയും സഹിഷ്ണുതയും നൽകിയതിന് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിനായി ഈദുൽ ഫിത്തർ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിക്കുന്നു. വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുന്നു. ജീവിതയാത്രയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയാനും സർവശക്തന്റെ പ്രീതി കരസ്ഥമാക്കാനും വിശ്വാസികൾ നോമ്പ് നോറ്റ് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. മനസ്സും ശരീരവും വെണ്മയുള്ളതാക്കി പുത്തനുണർവോടെ ഓരോ വിശ്വാസിയും ശവ്വാൽ മാസത്തിലേക്ക് കടക്കുകയും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്യുന്നു. വ്രതശുദ്ധിയുടെ അവസാനത്തെ സൂചിപ്പിക്കുന്ന ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ, സക്കാത്ത് നൽകൽ, ബന്ധുജന സന്ദർശനം എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. റമദാൻ വ്രതാനുഷ്ഠാനം ഭക്ഷണവും ആഘോഷങ്ങളുമായി അവസാനിക്കുന്നതിനാലാണ് ഇതിന് ചെറിയ പെരുന്നാൾ എന്ന് പേര് വന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.